ഹലോ, ഈ സെക്ഷനിലേക്ക് സ്വാഗതം. മേക്കപ്പ് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും ശുചിത്വവും ഉറപ്പാക്കാൻ കോസ്മെറ്റോളജി മേഖലയിൽ സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും അനിവാര്യമാണ്. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാനാകും. സ്റ്റെറിലൈസേഷന്റെയും സാനിറ്റൈസേഷന്റെയും രീതികളെക്കുറിച്ച് വിശദീകരിക്കുക. സാനിറ്റൈസേഷന്റെ നടപടിക്രമം വിശദീകരിക്കുക. ഒപ്പം സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളുടെ പട്ടിക തയ്യാറാക്കുക. സ്റ്റെറിലൈസേഷന്റെയും സാനിറ്റൈസേഷന്റെയും പരിശീലനം. ഇൻഫെക്ഷൻ തടയുന്നതിനും ക്ലയന്റുകൾക്ക് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായി ഉപകരണങ്ങൾ, സാമഗ്രികൾ, പ്രതലങ്ങൾ എന്നിവയിൽ നിന്ന് ബാക്ടീരിയ, വൈറസുകൾ, ഫംഗസ്, സ്പോർസ് എന്നിവയുൾപ്പെടെ എല്ലാത്തരം മൈക്രോ ഓർഗാനിസത്തെയും ഇല്ലാതാക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയെയാണ് സ്റ്റെറിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാനിറ്റൈസേഷൻ എന്നാൽ ഉപരിതലങ്ങൾ, സാമഗ്രികൾ, ഉപകരണങ്ങൾ എന്നിവയിലെ മൈക്രോ ഓർഗാനിസത്തിന്റെ എണ്ണം സുരക്ഷിതമായ നിലയിലേക്ക് കുറയ്ക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. സൗന്ദര്യ വ്യവസായത്തിൽ ഹൈജീൻ നിലനിർത്തുന്നതിനും ക്രോസ് കണ്ടാമിനേഷൻ, ഇൻഫെക്ഷന്റെ പകർച്ച എന്നിവ കൊണ്ടുള്ള അപകടസാധ്യത കുറയ്ക്കുന്നതിനും സാനിറ്റൈസേഷൻ അനിവാര്യമാണ്. വിവിധ രീതികളിലുള്ള സ്റ്റെറിലൈസേഷൻ, സാനിറ്റൈസേഷൻ എന്നിവയെക്കുറിച്ച് നോക്കാം. സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും രണ്ട് രീതികളിലുണ്ട്. ഫിസിക്കൽ ഏജന്റുകൾ, കെമിക്കൽ ഏജന്റുകൾ എന്നിവയാണ് അവ. ഇവയെപ്പറ്റി വിശദമായി നോക്കാം. ഫിസിക്കൽ ഏജന്റ്സ്. സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഫിസിക്കൽ ഏജന്റുകൾ ഇവയാണ്. മൈക്രോ ഓർഗാനിസത്തെ ഇല്ലാതാക്കിയോ നശിപ്പിച്ചോ മേക്കപ്പ് ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയും ഹൈജീനും ഉറപ്പാക്കാൻ ഫിസിക്കൽ ഏജന്റുകൾ സഹായിക്കുന്നു. ഈർപ്പമുള്ള ചൂട്. 212 ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വസ്തുക്കൾ തിളപ്പിച്ച് സ്റ്റെറിലൈസേഷൻ സാധ്യമാക്കുന്നതാണ് ഈ രീതി. എന്നാൽ ഇത് വളരെ സമയമെടുക്കുകയും ചില വസ്തുക്കൾക്ക് കേടുവരുത്തുകയും ചെയ്യും എന്നതിനാൽ ഈ രീതി സലൂണുകളിൽ ഉപയോഗിക്കില്ല. നീരാവി കൊള്ളിക്കൽ. ഇതിൽ ഉയർന്ന മർദ്ദത്തിലുള്ള നീരാവി ഉപയോഗിച്ച് മൈക്രോ ഓർഗാനിസത്തെ ഇല്ലാതാക്കുന്നു. ഇതിന് ഓട്ടോക്ലേവ് പോലുള്ള ഒരു സ്റ്റീം പ്രഷർ സ്റ്റെറിലൈസർ ആവശ്യമുണ്ട്. ഓട്ടോക്ലേവ് എന്നത് ശക്തമായ വായു കടക്കാത്ത ഒരു ലോഹപാത്രമാണ്. അതിന്റെ സമ്മർദ്ദം രാസപ്രവർത്തനങ്ങളെ ബാധിക്കാം. ഈർപ്പവും ചൂടും താങ്ങാൻ കഴിയുന്ന ലോഹ ഉപകരണങ്ങൾക്കും സാമഗ്രികൾക്കുമാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. പ്രഷറിലുള്ള നീരാവിയുടെ താപനില ഉയരുകയും ബാക്ടീരിയകൾ, സ്പോറുകൾ, മറ്റു രോഗാണുക്കൾ എന്നിവയെ കൊല്ലുകയും ചെയ്യുന്നു. UV സ്റ്റെറിലൈസേഷൻ. UV സ്റ്റെറിലൈസേഷൻ ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന UV ലൈറ്റ് മൈക്രോ ഓർഗാനിസത്തിന്റെ DNA നശിപ്പിക്കുന്നു. അങ്ങനെ അവ പെരുകുന്നതിൽ നിന്നും തടയുന്നു. ചില മേക്കപ്പ് ഉപകരണങ്ങൾ, പ്രതലങ്ങൾ, സ്റ്റോറേജ് ഏരിയകൾ എന്നിവയ്ക്ക് UV സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കാം. കെമിക്കൽ ഏജന്റുകൾ. സാനിറ്റൈസിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിവിധതരം കെമിക്കൽ ഏജന്റുകളുണ്ട്. അവ ആന്റിസെപ്റ്റിക്കുകൾ, ഡിസിൻഫെക്റ്റന്റുകൾ എന്നിവയാണ്. ആന്റിസെപ്റ്റിക്സ് ബാക്ടീരിയകളെ കൊല്ലുകയോ അവ പെരുകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഒന്നാണ് ആന്റിസെപ്റ്റിക്. ആന്റിസെപ്റ്റിക്കുകൾ പൊതുവെ സൗമ്യവും ചർമ്മത്തിൽ ഉപയോഗിക്കാൻ സുരക്ഷിതവുമാണ്. എന്നിരുന്നാലും കൈകളും ഉപകരണങ്ങളും നന്നായി സാനിറ്റൈസ് ചെയ്യാൻ സോപ്പും വെള്ളവും മാത്രം പോരാ. സാധാരണയായി ഉപയോഗിക്കുന്ന ചില ആന്റിസെപ്റ്റിക്കുകൾ ഇവയാണ്: ആൽക്കഹോൾ, ബോറിക് ആസിഡ്, ടിങ്ചർ ഓഫ് അയോഡിൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫോർമാലിൻ, ക്ലോറോമൈൻ കൂടാതെ സോഡിയം ഹൈപ്പോക്ലോറേറ്റും. സുരക്ഷാ നുറുങ്ങ്. മാനുഫാക്ചർ നിർദ്ദേശിച്ച പ്രകാരം ഈ പദാർത്ഥങ്ങൾ നേർപ്പിക്കണം. അണുനാശിനികൾ. പ്രതലങ്ങൾ, ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്നിവയിലെ മൈക്രോ ഓർഗാനിസത്തെ കൊല്ലുന്നതിനോ നിർജീവമാക്കുന്നതിനോ വേണ്ടി പ്രത്യേകം രൂപപ്പെടുത്തിയ കെമിക്കൽ ഏജന്റ്സാണ് ഡിസിൻഫെക്റ്റന്റുകൾ. ഒരു ഡിസിൻഫെക്റ്റന്റ് ഒരു ആന്റിസെപ്റ്റിക്കിനേക്കാൾ ശക്തി കൂടിയതായതിനാൽ അത് കരുതലോടെ ഉപയോഗിക്കണം. സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഡിസിൻഫെക്റ്റന്റുകൾ ഇവയാണ്: ക്വട്ടേണറി അമോണിയം കോമ്പൗണ്ടുകൾ, ഫോർമാലിൻ,
ഈഥെയിൽ അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ക്രെസോൾ അഥവാ ലൈസോൾ. ഇനി സാനിറ്റൈസേഷൻ നടപടിക്രമങ്ങളെക്കുറിച്ച് നോക്കാം. സ്വയം സംരക്ഷിക്കുന്നതിനും ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിനും ഡിസ്പോസിബിൾ ഗ്ലൗസുകളും മാസ്കുകളും ഉൾപ്പെടെയുള്ള ഉചിതമായ PPE ധരിക്കുക. സാനിറ്റൈസേഷൻ തുടങ്ങുന്നതിന് മുൻപ് ടൂൾസ്, ഉപരിതലങ്ങൾ, സാമഗ്രികൾ എന്നിവയിൽ നിന്ന് അഴുക്കും അവശിഷ്ടങ്ങളും ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങളും നന്നായി വൃത്തിയാക്കേണ്ടത് ആവശ്യമാണ്. ഉപകരണങ്ങൾ ഫലപ്രദമായി സാനിറ്റൈസേഷൻ ചെയ്യാൻ ഈ ശുചീകരണം സഹായകമാണ്. സോപ്പും ചൂടുവെള്ളവും ഉപയോഗിച്ച് ഉപകരണങ്ങൾ നന്നായി കഴുകുക. സോപ്പിന്റെയും രാസവസ്തുക്കളുടെയും എല്ലാ അംശങ്ങളും നീക്കം ചെയ്യാൻ വീണ്ടും ഉപകരണങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകുക. അനുയോജ്യമായ ഒരു ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ തയ്യാറാക്കുക. 70% ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന ഈഥെയിൽ അല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ സൊല്യൂഷനുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 99% ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ ഉപയോഗിക്കാം. ഇതും ഈഥെയിൽ ആൽക്കഹോളിന് തുല്യമാണ്. സുരക്ഷാ സൂചന: ആവശ്യമെങ്കിൽ നേർപ്പിക്കുന്നതിന്റെ അനുപാതങ്ങൾ അടങ്ങിയ മാനുഫാക്ചറിന്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക. വൃത്തിയാക്കിയ ഉപകരണങ്ങൾ ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷനിൽ പൂർണ്ണമായും മുക്കുക. ഉപകരണങ്ങളുടെ ഉപരിതലം പൂർണ്ണമായും സൊല്യൂഷനിൽ മുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നിർമ്മാതാവ് ശുപാർശ ചെയ്തിരിക്കുന്ന സമയത്തേക്ക് ഉപകരണങ്ങൾ അണുനാശിനിയിൽ മുക്കിവെക്കുക. സാധാരണയായി ഇത് 10 മുതൽ 15 മിനിറ്റ് വരെ ആയിരിക്കും. നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിന് ശേഷം ഉപകരണത്തിൽ അവശേഷിക്കുന്ന ഡിസിൻഫെക്റ്റന്റ് ലായനി നീക്കം ചെയ്യുന്നതിനായി അവ വെള്ളത്തിൽ നന്നായി കഴുകുക. അല്ലെങ്കിൽ വൃത്തിയുള്ള ഡിസ്പോസിബിൾ ടവലുകളോ വൈപ്പുകളോ ഉപയോഗിച്ച് ഡിസിൻഫെക്റ്റന്റ് തുടച്ചു കളയാം. ടൂളുകൾ വായുവിൽ മാത്രം ഉണങ്ങാൻ അനുവദിക്കുക. ടവൽ കൊണ്ട് തുടയ്ക്കുകയോ ഹെയർ ഡ്രയർ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം അത് വീണ്ടും കണ്ടാമിനൻസ് ഉണ്ടാക്കാൻ ഇടയാക്കിയേക്കാം. സാനിറ്റൈസ് ചെയ്ത ഉപകരണങ്ങളിൽ അടുത്ത ഉപയോഗം വരേക്കും കണ്ടാമിനേഷൻ ഉണ്ടാവാതിരിക്കാൻ അവ ഉണങ്ങിക്കഴിഞ്ഞാൽ വൃത്തിയുള്ളതും അടപ്പുള്ളതുമായ ഒരു കണ്ടെയ്നറിലോ ഡ്രോയറിലോ സൂക്ഷിക്കുക. ഇലക്ട്രോഡുകളുടെയും അതുപോലുള്ള ഉപകരണങ്ങളുടെയും തുറന്ന പ്രതലങ്ങൾ 70% ആൽക്കഹോൾ കൊണ്ട് നനച്ച ഒരു കോട്ടൺ ഉപയോഗിച്ച് മൃദുവായി തുടച്ച് സാനിറ്റൈസ് ചെയ്യുക. തുടരുപയോഗത്തിന് തയ്യാറാകുന്നതുവരെ അവ ഡ്രൈ സാനിറ്റൈസറിൽ വയ്ക്കുക. ഡിസിൻഫെക്റ്റന്റുകളുടെ എക്സ്പിറേഷൻ ഡേറ്റ് പതിവായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അവ മാറ്റി പുതിയവ വയ്ക്കുകയും ചെയ്യുക. കൂടാതെ ഉപകരണങ്ങളുടെ സ്ഥിതി പരിശോധിക്കുകയും കേടായതോ പഴയതോ ആയവ ഉപേക്ഷിക്കുകയും ചെയ്യുക. സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും ചെയ്യുമ്പോഴുള്ള ചില സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. കെമിക്കലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗ്ലൗസ്, ഗോഗിൾസ് അഥവാ സേഫ്റ്റി ഗ്ലാസുകൾ, ഏപ്രണുകൾ എന്നിവയുൾപ്പെടെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എപ്പോഴും ധരിക്കുക. കെമിക്കലുകൾ ചെറിയ അളവിൽ മാത്രം വാങ്ങി തണുത്തതും ഉണങ്ങിയതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക. അല്ലാത്തപക്ഷം വായു, വെളിച്ചം, ചൂട് എന്നിവയുമായുള്ള സമ്പർക്കം മൂലം അവ കേടായേക്കാം. കെമിക്കലുകൾ എപ്പോഴും കൃത്യമായി തൂക്കിയും അളന്നും എടുക്കുക. കൃത്യമായ അളവുകൾക്കായി അതിനായി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളും അളക്കാനുള്ള ഉപകരണങ്ങളും മാത്രം ഉപയോഗിക്കുക. കെമിക്കലിന്റെ പേര്, അപകട മുന്നറിയിപ്പുകൾ, കൈകാര്യം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്നിവ അടങ്ങിയ ലേബലുകൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുക. ഉൽപ്പന്നങ്ങളുടെ ലേബലിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഉപയോഗ മാർഗനിർദ്ദേശങ്ങൾ, നേർപ്പിക്കൽ അനുപാതങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവ പിന്തുടരുക. കെമിക്കലുകളിൽ നിന്നോ ലായനികളിൽ നിന്നോ ഉള്ള പുക ശ്വസിക്കരുത്. കെമിക്കലുകൾ നേർപ്പിക്കുമ്പോൾ തുളുമ്പാതെ ശ്രദ്ധിക്കണം. ആകസ്മികമായതോ അല്ലെങ്കിൽ കെമിക്കൽ സംബന്ധിച്ചതോ ആയ സംഭവങ്ങൾ ഉണ്ടായാൽ ചെയ്യേണ്ടതായ ഒരു എമർജൻസി പ്ലാൻ ഉണ്ടായിരിക്കുക. ഓരോ ക്ലയന്റിനുമുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപും ശേഷവും കുറഞ്ഞത് 20 സെക്കൻഡ് നേരത്തേക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ നന്നായി കഴുകുക. അല്ലെങ്കിൽ കുറഞ്ഞത് 60% ആൽക്കഹോൾ അടങ്ങിയ ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക. ജോലിസ്ഥലവും നടപടികൾക്ക് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. നടപടികൾക്ക് ശേഷം ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും ജോലിസ്ഥലവും പൂർണ്ണമായും വൃത്തിയാക്കി സാനിറ്റൈസ് ചെയ്യുക. സാധിക്കുമ്പോഴെല്ലാം ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേറ്ററുകൾ, കോട്ടൺ പാഡുകൾ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ എന്നിങ്ങനെയുള്ള ഡിസ്പോസിബിൾ വസ്തുക്കൾ ഉപയോഗിക്കുക.
ഇത് സ്റ്റെറിലൈസേഷന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്തുക്കൾ പ്രത്യേകം തരംതിരിച്ച് സൂക്ഷിക്കുക. കണ്ടാമിനേഷൻ ഒഴിവാക്കാനായി കണ്ടെയ്നറിൽ നിന്നും ഉൽപ്പന്നം നീക്കം ചെയ്യാൻ സ്പാറ്റുല ഉപയോഗിക്കുക. ഒരിക്കലും വിരലുകൾ ഉപയോഗിക്കരുത്. ആന്റിസെപ്റ്റിക്കുകളും ഡിസിൻഫെക്റ്റന്റുകളും എപ്പോഴും അടച്ച് സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കുക. അവ എല്ലായ്പ്പോഴും വ്യക്തമായി ലേബൽ ചെയ്തിരിക്കണം. കൂടാതെ ലേബൽ ചെയ്യാത്ത കണ്ടെയ്നറുകളിലേക്ക് ഒരിക്കലും മാറ്റുകയുമരുത്, കാരണം മറ്റേതെങ്കിലും ഉൽപ്പന്നമായി അവ തെറ്റിദ്ധരിച്ചേക്കാം. ഇതോടെ ഈ സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. ഈ സെക്ഷനിൽ നിങ്ങൾ സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷന്റെയും രീതികൾ, സാനിറ്റൈസേഷൻ നടപടിക്രമങ്ങൾ, സ്റ്റെറിലൈസേഷനും സാനിറ്റൈസേഷനും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളുടെ പട്ടിക തയ്യാറാക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെക്ഷനിൽ കാണാം.